ഒരുപക്ഷേ വരാൻ പോകുന്ന ഐഎസ്എല്ലിൻ്റെ 12ാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഇന്ത്യൻ സൈനിങ് അമി റാണവഡെ എന്ന് പറയുന്ന ഡിഫൻസീവ് താരത്തിൻ്റെ ആയിരിക്കും. അദ്ദേഹം ഒരു ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. ഒഡീഷ എഫ്.സിക്ക് വേണ്ടിയായിരുന്നു കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ്.സിയിൽ നിന്നും ലോണിനായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷേ വരാൻ പോകുന്ന ഐഎസ്എൽ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ താരം, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുവാനായിട്ട് പോകുന്ന ആദ്യത്തെ താരം അമി റാണവഡെയാവും. കാരണം നിലവിൽ അദ്ദേഹം മുംബൈ സിറ്റി എഫ്.സിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഒഡീഷ എഫ്.സിയിൽ നിന്നും ടീം വിട്ടു എന്ന ഒഫീഷ്യൽ കൺഫർമേഷൻ നിലവിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണെന്നുണ്ട് എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു 3 ഇയർ കോൺട്രാക്റ്റ്, അതായത് 3 ഇയർ പ്രീ കോൺട്രാക്റ്റിൽ ബ്ലാസ്റ്റേഴ്സ് നേരത്തെ സൈൻ ചെയ്തു എന്ന അപ്ഡേറ്റുകൾ ഉണ്ട്. ഈ താരത്തിൻ്റെ പേരിൽ മാനേജ്മെൻറ്റും, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് 3 വർഷത്തെ കോൺട്രാക്റ്റ്, അത് പ്രീ കോൺട്രാക്റ്റിൽ എത്തി എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തേക്ക്, അത് വരാൻ പോകുന്ന ഐഎസ്എല്ലിൻ്റെ 3 സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ അമി റാണവഡെ എന്ന് പറയുന്ന ഈ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുവാനായിട്ട് സാധിക്കുന്ന, ഐഎസ്എല്ലിൽ തന്നെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള, ഐഎസ്എൽ ചാമ്പ്യൻ ആയിട്ടുള്ള ഈ ഒരു താരവും വരാൻ പോകുന്ന ഐഎസ്എല്ലിൻ്റെ 12ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ കാണും എന്നൊരു കാര്യം നിലവിൽ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന സീസണിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഡിഫൻസീവ് നിര തന്നെ നിലനിർത്തുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ഒരു ഐഎസ്എൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഒരു മോശം ഡിഫൻസീവ് നിരയുള്ളത്. സോ അതിനാൽ തന്നെ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഡിഫൻസിൽ ഇത്തവണ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാര്യമായിട്ട് അഴിച്ചുപണികൾ നടത്തുന്നത്. എന്തൊക്കെയാണെന്നാലും ഉടൻ തന്നെ ഈ ഒരു സൈനിങ് നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.